സീതയെ തട്ടിക്കൊണ്ടുപോകുന്ന രാവണൻ, സീതയെ രക്ഷിക്കാൻ സർവ്വസൈന്യങ്ങളുമായി യുദ്ധത്തിന് പോകുന്ന ശ്രീരാമൻ. ഈ കാര്യങ്ങൾ കൊണ്ട് മാത്രമല്ല മണിരത്നം ചിത്രമായ രാവണൻ രാമായണവുമായി പൊരുത്തപ്പെട്ടു പോകുന്നത്. നമ്മൾ ഇന്നിവിടെ പരിശോധിക്കാൻ പോകുന്നത് രാവണിലെ രാമായണ റെഫറൻസും ബ്രില്യൻസുമാണ്. സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഹിന്ദിയിലും തമിഴിലും ചിത്രീകരിച്ച് 2010 പുറത്തിറങ്ങിയ മണിരത്നം ചിത്രമാണ് രാവണൻ. തമിഴിൽ ചിത്രീകരിച്ച രാവണാണ് ഞങ്ങൾ ഇന്നിവിടെ പരിശോധിക്കാൻ പോകുന്നത്. തമിഴ് തിരഞ്ഞെടുക്കാൻ ഞങ്ങൾക്ക് ചില പ്രത്യേക കാരണങ്ങളുണ്ട്. അത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. ആദ്യം നമുക്ക് ചിത്രത്തിന്റെ രാമായണ റെഫറൻസിലേക്ക് കടക്കാം. ചിത്രത്തിന്റെ പ്ലോട്ട് രാമായണ റെഫറൻസ് ആണെന്ന് രാവണൻ കാണുന്ന ഭൂരിഭാഗം പ്രേക്ഷകർക്കും മനസ്സിലാവും. എന്നാൽ അതുമാത്രമല്ല ചിത്രത്തിൽ റെഫറൻസ് ചെയ്തിരിക്കുന്നത്. ആദ്യം നമുക്ക് പേരുകൾ തന്നെ പരിശോധിക്കാം. വീരയെ ആയി വിക്രമും, ദേവ് എന്ന പോലീസ് ഓഫീസറായി പൃഥ്വിരാജും, രാഗിണിയായി ഐശ്വര്യ റായുമാണ് വേഷമിട്ടിരിക്കുന്നത്. വീര രാവണന്റെ മറ്റൊരു പേരാണ്. ദേവ് മഹാവിഷ്ണുവിന്റെ അവതാരമായ ശ്രീരാമന്റെ ദേവ് പരിവേഷവും, രാഗിണിയാകട്ടെ സീതയുടെ പര്യായവും. സിനിമയുടെ തുടക്കത്തിൽ രാഗിണിയെ തട്ടിക്കൊണ്ടുപോകുന്നതും പിന്നീട് തന്റെ ഭാര്യയെ രക്ഷിക്കാൻ വരുന്ന ദേവും രാമരാവണ യുദ്ധത്തോട് സമാനമായാണ് ഇവയെല്ലാം ചിത്രീകരിച്ചിരിക്കുന്നത്. രാവണന്റെ ജ്യേഷ്ഠനായ കുംഭകർണൻ ശരീരഘടന കൊണ്ടും ഭക്ഷണപ്രിയം കൊണ്ടും പ്രഭു അവതരിപ്പിച്ച സിംഗരാസനുമായി ഒത്തുപോകുന്നു. ന്യായപക്ഷത്തിനു വേണ്ടി വാദിക്കുന്ന രാവണന്റെ മറ്റൊരു സഹോദരനായ വിഭീഷണൻ പടയൊരുക്കത്തിനു മുമ്പ് മറുപക്ഷത്ത് പോയി സംസാരിക്കുന്ന മുന്നേ അവതരിപ്പിച്ച ചക്കര എന്ന കഥാപാത്രവുമായി ഡീറ്റെയിൽ ചെയ്തിരിക്കുന്നതായി കാണാം. ഒരേ സമയം 10 കാര്യങ്ങൾ ചിന്തിക്കാൻ കഴിവുള്ളവനാണ് രാവണൻ. 6 ശാസ്ത്രങ്ങളിലും 4 വേദങ്ങളിലും പ്രാവീണ്യമുള്ള രാവണനെ ട്രൈബൽസിൽ നിന്നും വിവരം ശേഖരിക്കുന്ന രംഗങ്ങളിലെല്ലാം ഡീറ്റെയിൽ ചെയ്യുന്നതായി നമുക്ക് കാണാം. കടുത്ത ശിവഭക്തനാണ് രാവണൻ. വീരയുടെ ശിവതാണ്ഡവത്തിനോട് ചേർന്നുള്ള നൃത്തച്ചുവടും ഡമരുവിൻ്റെ ശബ്ദകമ്പടിയും രാവണ പരിവേഷം പൂർണ്ണമായി അനുഭവപ്പെടുന്നുണ്ട്. തൻ്റെ സഹോദരിയായ ശൂർപ്പണഖയോട് ചെയ്ത ക്രൂരതയ്ക്ക് അവതാര പുരുഷനോട് പ്രതികാരം ചെയ്യാൻ ഇറങ്ങിത്തിരിച്ച രാവണൻ തന്നെയാണ് വീര. സഹോദരിയായ വെണ്ണിലയോട് ചെയ്യുന്ന ക്രൂരതയാണ് വീരയെ ഇക്കാര്യങ്ങൾക്കൊക്കെ പ്രേരിപ്പിക്കുന്നത്. ഒരു രംഗത്തിൽ ഹേമന്ത് എന്ന പോലീസ് ഓഫീസർ വെണ്ണിലയുടെ മൂക്കുമുറിക്കുമെന്ന് പറയുന്ന രംഗമൊക്കെ ശൂർപ്പണഖയുടെയും ലക്ഷ്മണന്റെയും മറ്റൊരു ഡീറ്റെയിലിംഗ് കൂടിയാണ്. കാർത്തിക് അവതരിപ്പിച്ച ജ്ഞാനപ്രകാശം ഹനുമാനുമായാണ് ഡീറ്റെയിൽ ചെയ്തിരിക്കുന്നത്. മഹാഭാരതത്തിൽ കല്യാണ സൗഗതികം എടുക്കാൻ ഭീമസേനൻ പോകുമ്പോൾ മാർഗമധ്യേ കിടക്കുന്ന ഹനുമാന്റെ രംഗം കാർത്തികിന്റെ ഇൻട്രോ സീനുമായി ബന്ധപ്പെടുന്നതായി തോന്നി. പിന്നീടുള്ള കരണം മറിച്ചിലും വള്ളിച്ചാട്ടവുമെല്ലാം ഹനുമാന്റെ ഡീറ്റെയിലിംഗ് ആണ്. ലങ്കയിലേക്ക് ശ്രീരാമന്റെ സൈന്യത്തിൽ നിന്നും എത്തുന്ന ആദ്യത്തെയാൾ ഹനുമാൻ തന്നെയാണ്. സീതാദേവിയോട് ശ്രീരാമന്റെ സന്ദേശം എത്തിക്കാൻ ഹനുമാൻ വരുന്നതും തൻ്റെ തോളിൽ കയറിയാൽ രക്ഷിച്ചു കൊണ്ടുപോകാമെന്ന് പറയുന്നതുമെല്ലാം വളരെ മനോഹരമായി തന്നെ ഡീറ്റെയിൽ ചെയ്തിരിക്കുന്നതായി കാണാം. ലങ്കാദഹനത്തിനോട് സമാനമായാണ് ക്ലൈമാക്സ് ചിത്രീകരിച്ചിരിക്കുന്നത്. സേതുബന്ധനത്തോട് സമാനമായി 2 കരകളെ ബന്ധിപ്പിക്കുന്ന പാലത്തിന്റെ മുകളിലുള്ള സംഘടന രംഗങ്ങളെല്ലാം മറ്റൊരു ഡീറ്റെയിലിംഗ് ആയി തോന്നി. രാഗിണിയെ രക്ഷിച്ച് തിരിച്ചു പോകുമ്പോൾ ട്രെയിനിൽ വെച്ച് അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയി താൻ പതിവ്രതയാണെന്ന് പരിശോധിക്കണമെന്ന് ദേവ് പറയുന്ന രംഗമെല്ലാം അഗ്നിപരീക്ഷണത്തോടാണ് ഡീറ്റെയിൽ ചെയ്തിരിക്കുന്നത്. ചിത്രത്തിലുടനീളം രാഗിണിയുടെ ശരീരത്തിൽ വീരയുടെ കൈ സ്പർശിക്കുന്നില്ല. കുബേരന്റെ മകൻ തന്റെ ഭാര്യയെ നിന്ദിച്ചതിന്റെ ഫലമായി രാവണനെ ഒരു ശാപം കൊടുത്തിട്ടുണ്ടായിരുന്നു. സ്ത്രീയുടെ സമ്മതപ്രകാരമല്ലാതെ അവരെ തൊടുകയാണെങ്കിൽ ആ ക്ഷണം തന്നെ ഭസ്മമായി പോകും എന്ന ശാപം. അതുകൊണ്ടാണ് രാവണൻ സീതയെ തൊടാതിരുന്നത് എന്നതാണ് ഒരു ഭാഷ്യം. ആ ഒരു റെഫറൻസും ചിത്രത്തിൽ എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. പെർഫോമൻസിന്റെ കാര്യം ഇവിടെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതില്ല. ഏതൊരു മണിരത്നം ചിത്രത്തിൽ നിന്നപോലെ ഓരോ ക്യാരക്ടറും ഒന്നിനൊന്ന് മികച്ചു നിൽക്കുന്നു. ഇനി എന്തുകൊണ്ടാണ് ഞങ്ങൾ തമിഴ് തിരഞ്ഞെടുത്തതെന്ന് പറയാം. ഹിന്ദിയിലും തമിഴിലും ചിത്രീകരിച്ച സിനിമയിൽ വീരയുടെ റോൾ വിക്രം അഭിഷേകിനേക്കാൾ മികച്ചതായി ചെയ്തുകൊണ്ട് തന്നെയാണ്. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം നേരത്തെ പറഞ്ഞ കഥാപാത്ര നിർമ്മിതി തന്നെയാണ്. ശ്രീരാമന്റെ പരിവേഷം പൃഥ്വിരാജിൽ അനുഭവപ്പെട്ട പോലെ ഹിന്ദിയിൽ വിക്രമിന് സാധിക്കാതെ വന്നത് വിക്രമിന്റെ കൊമ്പൻ മീശയും തലമുടിയും രാമന്റെ ശാന്തമുഖത്തിന് ചേർന്നു പോകാത്തതുകൊണ്ടാണ്. മേക്കിംഗ് നോക്കുകയാണെങ്കിൽ മണിരത്നത്തിന്റെ മാസ്റ്റർ പീസുകളിലൊന്ന് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു ചിത്രം തന്നെയാണിത്. AR റഹ്മാന്റെ മ്യൂസിക്കും ചടുലമായ BGMഉം ചിത്രത്തിന്റെ വീര്യം അതേപടി നിലനിർത്തുന്നു. ഓരോ ഫ്രെയിമും പെർഫെക്ഷന്റെ അങ്ങേയറ്റം. മരങ്ങൾക്കിടയിൽ ട്രക്കുകളുടെ ലൈറ്റ് പതിക്കുന്ന ഷോട്ടും സിഗരറ്റ് കുറ്റിക്കൊണ്ട് ന്യൂസ് പേപ്പറിലെ ഫോട്ടോ കരിക്കുന്ന രംഗമൊക്കെ സിനിമാറ്റോഗ്രാഫിയുടെ പുത്തൻ അനുഭവം തന്നെയായിരുന്നു. കാടിന്റെ വന്യതയും നിഗൂഢതയും ഒപ്പിയെടുക്കാൻ സന്തോഷ് ശിവൻ വഹിച്ച പങ്ക് വളരെ വലുതാണ്. മികച്ച മേക്കിങ്ങിൽ ഒരുങ്ങിയ ഈ ചിത്രം നല്ലൊരു ദൃശ്യാനുഭവം തന്നെയാണ്. കണ്ടവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ ചേർക്കുക.
മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.